ഞങ്ങളുടെ ഈ വീട് ഏകദേശം ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടായിരുന്നു. നമസ്കാരം. ആർക്കിടെക്ട് ശ്യാമാണ്. ഒരു 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു പഴയ തറവാട്ട് വീട് അതിന്റെ ഫൗണ്ടേഷനെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ റിനോവേറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മോഡേണൈസ് ചെയ്ത ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ നിൽക്കുന്ന സിറ്റ് ഔട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ്. ഇതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, പ്ലാൻ വെച്ചുള്ള എക്സ്പ്ലനേഷൻ അടക്കം ഞാൻ വിശദീകരിക്കുന്നുണ്ടാവും. അത് കൂടാതെ നമ്മുടെ കസ്റ്റമർക്ക് എന്താണ് അദ്ദേഹത്തിന്റെ സന്തോഷം അത് പറഞ്ഞ് അതിനുശേഷം നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ ഏറ്റവും പഴയ ഒരു വീട് ഇങ്ങനെ ഒരു പുതിയ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വീടാക്കി മാറ്റിയതിന്റെ ഒരു വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വീടായിരുന്നു. വീട് പണിയണമെന്ന് തീരുമാനം എടുത്തപ്പോൾ പൊളിച്ച് പുതിയ വീട് പണിയുക എന്നാണ് എല്ലാ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ വന്നത്. അപ്പോൾ എൻ്റെ മോളാണ് പറഞ്ഞത്, കൊച്ചിയിൽ ഇങ്ങനെ റിപ്പയർ കൊച്ചി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്, നമുക്ക് അവരെ കൊണ്ടുവന്ന് വീടൊന്ന് കാണിക്കാം. അതനുസരിച്ച് ശ്യാം സാറിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും അദ്ദേഹം വന്ന് വീടൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇത് നമുക്ക് ഒരു പുതിയ നല്ല ഒരു വീടാക്കി ഇതിനെ മാറ്റി തരാമെന്ന ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ്, അങ്ങനെ ശ്യാം സാറിന്റെ ഒരു ഉറപ്പിലാണ് ഇത് റിനോവേറ്റ് ചെയ്യാമെന്ന ഒരു തീരുമാനമെടുത്തത്. ഈ വീടിനെ സംബന്ധിച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോ ഈ നിൽക്കുന്ന സ്ഥലമല്ലേ, ഇപ്പൊ അവിടെ നിന്നുള്ള റോഡ് വരുന്നു, ആ റോഡിൽ കൂടെ ഇതിലേ വന്നിട്ടായിരുന്നു നമ്മൾ പഴയ വീട്ടിലേക്ക് കയറിയത്. അതിന് പകരം നമ്മൾ ഗവൺമെന്റ് റോഡ് തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അതിലേക്ക് കയറിയിട്ട് ലെവലായിട്ടുള്ള സ്പേസിൽ കൂടെ വീടിനകത്തേക്ക് കയറാനും. ഈ വീടിന്റെ ആംബിയൻസിനെ കുറിച്ചൊന്ന് ആലോചിച്ചു. ആ ഗ്രീൻ കളർ, അതിനകത്ത് ഇവിടെ ഒരു മാവുണ്ട്, അവിടെ ഒരു ചാമ്പയുണ്ട്. ഈ മാവിലേക്കും ചാമ്പയിലേക്കും ഒക്കെ നമ്മൾ ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാവില്ലേ. കുറച്ച് ഇൻകംപ്ലീറ്റ് ആണ്, എന്നാൽ പോലും നമ്മളെ കോൺസെപ്റ്റ് ഇവിടെ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇവിടെ ഒരു ഡോറൊക്കെ വരാനുണ്ട് കേട്ടോ, അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു റൂഫൊക്കെ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലെ ഒരു പെഡസ്ട്രിയൻ ഗേറ്റ് വീടിന്റെ മെയിൻ ഡോറിന്റെ ഫ്രണ്ടിലേക്ക് തന്നെ, ഫ്രണ്ടിലൊരു റോഡുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പെഡസ്ട്രിയൻ ഗേറ്റ് കൂടെ കയറി വരുമ്പോൾ സ്റ്റെപ്പിന്റെ ഒരു സൈഡിൽ ചെടികളും മറ്റേ സൈഡിൽ ഒരു സ്ലൈഡ് പോലത്തെ രീതിയിൽ ഒരു ലാൻഡ്സ്കേപ്പും കൂടി കൊടുത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു വീടല്ലേ ഇത്. റിപ്പയർ കൊച്ചിയുടെ മിക്കവാറും വീടുകളെല്ലാം നിങ്ങൾ ഇതുപോലത്തെ കുറെ സ്പേസസ് കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് വെറുതെ ഇരുന്ന് വർത്താനം പറയാൻ പറ്റുന്ന കുറെ സ്ഥലങ്ങൾ അവിടെ ഇവിടെ ഒക്കെ വേണം. ഇതിപ്പോ ഒന്നാലോചിക്കുക, നമ്മളെ സിറ്റ് ഔട്ടിൽ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്, അവരെ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് മുറ്റത്ത് ഒരു ചെറിയ തറയിട്ട് അവിടെ ഇരിക്കാം. അതൊരു പ്രത്യേക സുഖവും കംഫർട്ടും അല്ലേ. ഇവിടുത്തെ പൊളിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇട്ടാണ് നമ്മൾ ഈ കാണുന്ന മിറ്റം, വിശാലമായ മിറ്റം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് അത് വളരെ സഹായിക്കും. നേരത്തെ ഈ ചാമ്പയെന്ന് പറയുന്നത് ഇത് മിറ്റത്തിന് വെളിയിലായിരുന്നു, പക്ഷെ പണിത് ഫിനിഷായി വന്നപ്പോൾ ചാമ്പയും കൂടി നമ്മൾ മിറ്റത്തിനുള്ളിലാക്കി. നമ്മുടെ പഴയ വീടിന്റെ പ്രധാന വാതിലെന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ആ സ്പേസിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പുതിയ ഡിസൈൻ ഡോറ് പണിത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇത് വീടിന്റെ പഴയ വീടിന്റെ തിണ്ണയാണ്. ആ തിണ്ണയിലാണ് നമ്മൾ സ്റ്റെയർ കേസ് കൊണ്ടുവന്നു. ആ സ്റ്റെയർ കേസിന്റെ മുകളിൽ തന്നെയാണ് വാട്ടർ ടാങ്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സ്പേസ് വളരെ ഭംഗിയായി തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ട കാര്യം. നമ്മളുടെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഈ സ്റ്റെയർ കേസിന്റെ റെയിൽ കണ്ട, ഈ റെയില് നമ്മളുടെ പഴയ മച്ചിന്റെ തടിയുടെ അകത്ത് നിന്ന് എടുത്ത പലകയുണ്ട്. ആ പലക നമ്മൾ റീസൈക്കിൾ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഉള്ളിൽ സ്റ്റീലിന്റെ ഫ്രെയിം ഉണ്ട്. ആ സ്റ്റീലിന്റെ ഫ്രെയിമിനെ പാനൽ ചെയ്ത് അതേപോലെ തന്നെ നമ്മളുടെ ആ പലകകൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതേ വർക്ക് തന്നെയാണ് നമ്മൾ ഡബിൾ ഹൈറ്റിന്റെ ഹാൻഡ് റെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലാനിങ് സൈഡിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താ കേസ് പറഞ്ഞാല്, ഈ സ്റ്റെയർ ഇരിക്കുന്ന ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് 2 നിലയിൽ കോൺക്രീറ്റ് റൂഫ് ആയിട്ട്. ഏതൊരു ബിൽഡിങ്ങിനും കുറച്ച് സ്ഥലം കോൺക്രീറ്റ് റൂഫ് വേണ്ടി വരും. എന്താ കേസ് പറഞ്ഞാല്, അത് കോൺക്രീറ്റ് റൂഫ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ മുകളിൽ വാട്ടർ ടാങ്ക് വെക്കാനും അങ്ങനത്തെ കുറച്ച് സർവീസസിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ കുറഞ്ഞ സ്പേസിൽ സ്റ്റെയർ കേസ് നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് വൈൻഡർ സ്റ്റെപ്പുകൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ സ്റ്റെയർ കേസിന്റെ ലാൻഡിങ്ങിൽ ഒരു ട്രയാങ്കിൾ പോലത്തെ സ്റ്റെപ്പിനെയാണ് ഞാൻ ഈ വൈൻഡർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈൻഡർ സ്റ്റെപ്പുകൾ എല്ലാവർക്കും പേടിയാണ്. കാരണം അതായത് ഇൻസൈഡിൽ കൂടെ നടക്കുമ്പോൾ ആൾക്കാർ ഉരുട്ട് വീഴാനുള്ള സാധ്യത. അതില്ലാത്ത തരത്തിൽ നമുക്ക് ആ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കാണുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ സ്റ്റെയറിന്റെ റെയിൽ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചാണ്. റെയിൽ ഇങ്ങനെ
ഈ കോർണറിൽ വരുമ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ബോക്സ് ചെയ്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് കൊടുത്തു, ആ ബോക്സിലേക്ക് താഴെ നിന്നുള്ള റെയിൽ വരുന്നു, അതേപോലെ തന്നെ വേറൊരു മുകളിൽ നിന്നുള്ള റെയിൽ വേറൊരു സൈഡിൽ കൂടെ വരുന്നു. അത് തമ്മിൽ നമ്മളൊരു ഡിസൈനൊക്കെ ആയിട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ലൈറ്റിംഗ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. തുറന്ന ഒരു സിറ്റ് ഔട്ട് പുതുതായിട്ട് എടുത്തു. 7 അടി മാത്രം വീതിയിൽ പഴയ ഒരു ചെറിയ മുറിയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അതിനെ സ്റ്റെയർ റൂമാക്കി മാറ്റി. ആ മുറിക്ക് വലതുവശത്തുണ്ടായിരുന്ന കിടപ്പുമുറിയെ പ്രൈവസിയുള്ള 3 വശവും ഫർണിഷ് ചെയ്യാവുന്ന ഒരു ഡ്രോയിങ് റൂമാക്കി മാറ്റി. ഈ മുറി എന്ന് പറയുന്നത് പഴയ വീടിന്റെ ഒരു ബെഡ്റൂമായിരുന്നു. ആ ബെഡ്റൂമിനെ വളരെ ഭംഗിയുള്ള ഒരു വിസിറ്റേഴ്സ് റൂമാക്കി അതിന് ഡബിൾ ഹൈറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചറുകളൊക്കെ പഴയ വീടിന്റെ തടികൾ ഉപയോഗിച്ച് ഞങ്ങൾ പണിതെടുത്തതാണ്. ആ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഈ ഭാഗം നമ്മൾ മുകളിൽ കാണുന്ന ആ വർക്കുകൾ, ബാൽക്കണി വർക്ക്, അത് ഒക്കെ പഴയ വീടിന്റെ തടി കൊണ്ട് തന്നെ ഉപയോഗിച്ചതാണ്. അതൊക്കെ നമുക്ക് പുനരുപയോഗം ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പലപ്പോഴും വീട് പണിയൊക്കെ നടക്കുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല. കാരണം കാര്യമായ വേസ്റ്റ് വരാതെ തന്നെ പരമാവധി നമ്മുടെ ഉപയോഗിക്കാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ ഡ്രോയിങ് റൂമിലാണ്. നല്ല രസമായിട്ട് ഡബിൾ ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം ഒന്ന് നോക്കിയാൽ ഇവിടെ നമ്മൾ റൂഫ് കാണുമ്പോൾ നല്ല വൈറ്റ് ആയിട്ടുള്ള റൂഫാണ്. അതേപോലെ തന്നെ ആ റൂഫിനകത്ത് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇത് ഷീറ്റ് റൂഫാണ്, ടൈൽ പ്രൊഫൈൽ ഷീറ്റ് റൂഫാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ചൂടൊന്നുമില്ല. കുറച്ച് മുമ്പ് മഴ പെയ്തപ്പോൾ നമുക്ക് വീടിനകത്ത് ശബ്ദത്തിന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അകത്തെ ഇരുണ്ട മുറിയും ഇടനാഴിയും ചേർത്ത് ഒരു വലിയ ലിവിംഗ് റൂം ഉണ്ടാക്കി. ഇത് നല്ല രസമുള്ള ഒരു ലിവിംഗ് റൂമാണ്. ഇവിടെ ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലം, ഇവിടെ സെറ്റ് ഇടാനുള്ള സ്ഥലമുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മളിവിടെ പ്രയർ ഏരിയ എല്ലാം വെച്ച്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കോറിഡോറിനെയും അവരുടെ പഴയ ഒരു ചെറിയ ഊണുമുറി ഉണ്ടായിരുന്നു. ഈ 2 സ്പേസിനെയും കൂടി ഒരുമിച്ചാക്കിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റിന്റെ റൂഫ് ഇട്ട് അതിന്റെ മുകളിൽ വീണ്ടും ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പഴയ 100 വർഷത്തിലധികം പഴക്കമുള്ള സ്ട്രക്ചറിന്റെ പുറത്ത് ഇങ്ങനെ കോൺക്രീറ്റിന്റെ റൂഫ് ഇടാൻ പറ്റുക എന്നുള്ള ഒരു വലിയ സംശയം എല്ലാവർക്കും ഉണ്ടാവും. ആ സംശയത്തിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരു വലിയ തൂണുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഒരു തൂണുണ്ട്, ഇവിടെയും ഒരു തൂണുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ നിൽക്കുന്ന സ്പേസിന് ചുറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൂണുകൾ കൊടുത്ത് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ബീം സിസ്റ്റം കൊടുത്ത് ആ ബീം സിസ്റ്റത്തിന്റെ മുകളിലേക്കാണ് നമ്മൾ റൂഫ് സ്ലാബ് വാർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ്ങിന്റെ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ചോട്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ സ്പേസിനകത്ത് ഒരു സ്റ്റെയർ കേസ് വന്നു, ആ സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടൊരു സ്റ്റോറേജ് വന്നു. ഞാൻ അത്യാവശ്യം പൊക്കമുള്ള ആളാണ്, എനിക്ക് പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാവുന്ന തരത്തിൽ നല്ല ഹൈറ്റ് ഉള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഡൈനിങ്ങിന്റെ വാഷ് ബേസിൻ കൊടുത്തത്. ഇതെങ്ങനെ സാധിച്ചു? ഇത് സാധിച്ചതിന്റെയും കാരണം എന്ന് പറയുന്നത് ആ വൈൻഡർ സ്റ്റെപ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭംഗിയായിട്ട് ഈ ഡൈനിങ്ങിന്റെ വാഷ് ബേസിൻ കൊടുക്കാൻ പറ്റിയത്. പുറകുവശത്തെ ചെറിയ മുറികളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ബെഡ്റൂമും അടുക്കളയുമായി മാറി. പഴയ വലിയ ബെഡ്റൂം അതേപടി നിലനിർത്തിയിട്ട് പുതിയ ബെഡ്റൂമാക്കി മാറ്റി. ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെ എനിക്ക് മേലാത്തൊരു മോളുണ്ട്. അവൾ മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും അവൾ കഴിയുക. അവളെ ഞങ്ങൾക്ക് കിച്ചണിൽ നിന്ന് നോക്കിയാൽ കാണുവാൻ വേണ്ടിയിട്ട് അവളുടെ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വർക്കോള ചെയ്തിരിക്കുന്നത്. ഇത് കിച്ചണുമായിട്ട് ഒരു ബന്ധം അതിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ പഴയ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. അതിൻ്റെ മുകളിൽ മറ്റുണ്ടായിരുന്നു, അതിനെ ഞങ്ങൾ അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂമിൻ്റെ എല്ലാ ഭിത്തികളും തന്നെ പഴയ ഭിത്തികളാണ്. അത് എടുത്തു പറയേണ്ടതാണ്. പഴയ ഭിത്തികൾ അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ബാത്റൂം ഇരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നേരത്തെ 2 കുഞ്ഞി ചെറിയ മുറികളായി. ആ മുറി മാറ്റിയിട്ടാണ്, ആ സ്പേസ് ഉപയോഗിച്ചാണ് ബെഡ്റൂമിൻ്റെ ബാത്റൂമും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമും നമ്മൾ ഉപയോഗിച്ചത്. ഈ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നിങ്ങൾ ഈ കാണുന്ന മച്ച്. ഈ മച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ അടിയിൽ നിന്ന് കാണുമ്പോൾ വുഡ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മരമൊന്നുമല്ല. ഇത് നമ്മൾ സ്റ്റീലിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് അതിനെ നമ്മൾ വുഡ് ഫിനിഷിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന മൾട്ടിവുഡിൻ്റെ പലക ഇട്ടിട്ട്
ആ പലകനെ നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താഴെ നിന്ന് കാണുമ്പോൾ ആ മച്ചിന്റെ ഫീൽ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പഴയ അടുക്കളയും ഡൈനിങ് റൂമും ചേർത്ത് ഒരു ബെഡ്റൂമും അതിന്റെ ടോയ്ലറ്റും പിന്നെ വർക്ക് ഏരിയയും കൂടി അവിടെ നിന്ന് തന്നെ കിട്ടി. ഇത് ഞങ്ങളുടെ വീടിന് 4 ബെഡ്റൂമാണ്. അതിലത് താഴെയുള്ള 3ാമത്തെ ബെഡ്റൂമാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്പേസിങ്, ഡ്രസ്സിംഗ് ടേബിള്, വാർഡ്രോബ്, അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പൊസിഷൻ ചെയ്ത് വളരെ ക്യൂട്ടായിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. പഴയ വീട്ടിൽ ആകെ ജനറൽ ആയിട്ട് ഒരൊറ്റ ബാത്റൂമേ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ 4 ബെഡ്റൂമിൽ 4 ബാത്റൂമായിരുന്നു. എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടാക്കി അതിനെ മാറ്റി തന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ കിച്ചണാണ്. വളരെ ആധുനികമായ രീതിയിൽ ഞങ്ങളുടെ കിച്ചൺ സാധനങ്ങളെല്ലാം കബോർഡിനകത്ത് വെക്കാവുന്ന രീതിയിൽ ഒന്നും പുറത്തോ ടേബിളിൻ്റെ പുറത്തോ ഒന്നും നിരത്തിയിടേണ്ട കാര്യമില്ല. കിച്ചണിലെ ഉപയോഗം കഴിഞ്ഞാൽ അതെല്ലാം കൃത്യമായിട്ട് അടുക്കി വയ്ക്കാനുള്ള കബോർഡെല്ലാം സെറ്റ് ചെയ്ത് തന്നു. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഭാര്യയുടെ ആഗ്രഹപ്രകാരം തന്നെ എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കിച്ചന്റെ ഈ സൗകര്യങ്ങൾ കൂടാതെ തന്നെ നമുക്ക് വളരെ വിശാലമായൊരു വർക്ക് ഏരിയ ഉണ്ട്. അവിടെ വാഷിംഗ് മെഷീന്, മറ്റ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ രീതിയിലും വളരെ സ്പേഷ്യസ് ആയിട്ട് അത് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഈ ബാൽക്കണി വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ശരിക്കും ആദ്യത്തെ ഞങ്ങളുടെ പ്ലാനിൽ ഇതില്ലായിരുന്നു. പണി ഫിനിഷ് ചെയ്ത് വരുന്ന സമയത്താണ് ഞാനും ശ്യാം സാറും കൂടെ ആലോചിച്ചപ്പോഴാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബാൽക്കണി ഇവിടെ നല്ലതാണ്, ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് കാണാൻ പറ്റും, അതുപോലെ വേറൊരു ലുക്ക് വീടിന് വരികയും ചെയ്യും. അതൊക്കെ ആ റിപ്പയർ കൊച്ചി ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഫിനിഷ് ചെയ്ത് വന്നപ്പോഴത്തേന് ഒരു പ്രത്യേക ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി അതിനെ നന്നായി തന്നെ ഡിസൈൻ ചെയ്തു. അത് എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പൊ ഈ നിൽക്കുന്നത് താഴത്തെ സിറ്റ് ഔട്ടിന്റെ മുകളിലുള്ള ഒരു ബാൽക്കണിയിലാണ്. ഈ ബാൽക്കണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ലാൻഡ്സ്കേപ്പ് നല്ല രസമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ചാമ്പ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രീനറി എല്ലാം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ബിൽഡിങ്ങിന്റെ എലിവേഷനിൽ നന്നായിട്ട് മെർജ് ചെയ്തുകൊണ്ട് ഒരു ബാൽക്കണിയാണ് ഇത്. നമ്മൾ സ്റ്റീലിന്റെ ട്രസ് ഇട്ടിട്ട് അതിന്റെ മുകളിലായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മുടെ വീടിന്റെ മുകളിലുള്ള ബെഡ്റൂമാണ്, 4ാമത്തെ ബെഡ്റൂമാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലൈറ്റിങ്, വിൻഡോസ്, അതുപോലെ തന്നെ അതിൻ്റെ ബാത്റൂം, അതും നന്നായിട്ട് തന്നെയാണ് അത് ചെയ്തു തന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ടോയ്ലറ്റാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിലെ ടോയ്ലറ്റ്സിന് പലപ്പോഴും നമ്മൾ പ്രഷർ കുറവായിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് ഇവിടെ അതൊന്നും അത് ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കണം, ഇവിടെയൊക്കെ നല്ല പ്രഷറുണ്ട്. ഈ പ്രഷർ ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ റിപ്പയർ കൊച്ചി MEP ഡിവിഷനുകാര് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ടോയ്ലറ്റ് വേണ്ടിയിട്ട് കൊടുത്തുള്ള ഒരു പ്രഷർ പമ്പാണ്. ഈ പ്രഷർ പമ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്തോളും. അവിടെ ടാപ്പ് തുറക്കുമ്പോൾ തന്നെ പമ്പ് ഓപ്പറേറ്റ് ആയി നമുക്ക് ടാപ്പിൽ നല്ല പ്രഷറിൽ വെള്ളം കിട്ടും. നമ്മുടെ ഈ ഭൂമിയുടെ കിടപ്പെന്ന് പറയുന്നത് ഒരു ചെറിയ കുന്നൻ പ്രദേശമാണ്, അതിൻ്റെ ഒരു താഴ്ഭാഗമാണ്. അപ്പം ഈ ഭൂമിയിലേക്ക് തട്ടിലേക്ക് ഇറങ്ങാനായിട്ട് നമ്മളോട് ഒരു എൻട്രൻസ് കൊടുത്തു. അതുപോലെ തന്നെ ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടാണ് നമ്മൾ ഇതിനെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. വീട്ടിലുള്ള ആർക്കും ഒരു ശല്യവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു തൊട്ടടുത്തിന് ഒരു ഓഫീസ് സ്പേസും അതിന് പ്രൊവൈഡ് ചെയ്യും. നമ്മളെ ഡിസൈനിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് നന്നായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ്. നമ്മളെ ബിൽഡിങ്ങിൽ നമ്മളുടെ കസ്റ്റമറെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് റൂമിന്റെ റിക്വയർമെന്റ് ഉണ്ട്, വീടിന്റെ റിക്വയർമെന്റ്. നമ്മളത് രണ്ടായിട്ട് എടുത്തു. എന്താന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഈ കയറി വരുന്നത് വീടിന്റെ ബാക്ക് സൈഡിൽ പൊക്കത്തിലുള്ള ലാൻഡ് ഏരിയ എന്നാണ്. അപ്പൊ ഇതിലെ ഒരാൾ കയറി വരുമ്പോൾ വീട്ടിലെ ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധത്തിന്റെ ആവശ്യമില്ല. നേരെ അവർ വരുന്നു, അവർക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഓഫീസ് റൂമിലേക്ക് കയറാൻ പറ്റും. നമ്മൾ വീട്ടുകാരെ ശല്യം ചെയ്യാതെ പുറകെ കൂടെയുള്ള എൻട്രൻസിൽ കൂടെ വന്നിട്ടുള്ള ഈ ഒരു വലിയ ഓഫീസ്, ഈ ഓഫീസ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീലിന്റെ ഫ്രെയിം അടിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു മച്ച് കൊടുത്ത് ആ മച്ചിന്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ ഓഫീസിന്റെ റൂഫ് നല്ല ഭംഗിയിൽ വൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഓഫീസിനകത്ത് ചൂടൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഓഫീസിന്റെ റൂഫ് എന്ന് പറയുന്നത് സാധാരണ ട്രാപ്പോർട്ട് ഷീറ്റാണ്. അതിൻ്റെ അടിയിൽ ഫോം ബോർഡ് വെച്ചിട്ട് നമ്മൾ ഫാൾ സീലിംഗ് ചെയ്തിരിക്കുന്നതാണ്. നല്ല കംഫർട്ട് ഉണ്ട് ഇവിടെ. ഞാൻ ഈ നിൽക്കുന്ന സ്പേസ് കണ്ടോ,
ഇത് നമ്മളുടെ ഈ സ്ലോപ്പിംഗ് റൂഫിന്റെ ഇടയിലായിട്ട് നമ്മൾ സ്റ്റീലിന്റെ ഫ്രെയിം വർക്ക് വെച്ചിട്ട്, ഞാൻ താഴത്തു നിന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റീലിന്റെ ഫ്രെയിം വർക്ക് വെച്ചിട്ട് മൾട്ടിവുഡിന്റെ ബോർഡ് ഇട്ടിട്ട് താഴെ വുഡ് ഫിനിഷിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പം നമുക്ക് ഇവിടെ താഴെ ഡ്രോയിങ് റൂമിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓഫീസ് റൂമിൽ നിന്ന് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാണുന്ന ഹാൻഡ് റെയിലില്ലേ, ഈ ഹാൻഡ് റെയിൽ ആക്ച്വലി നമ്മൾ സ്റ്റീൽ ഫ്രെയിം, സ്റ്റീലല്ല GI ആണ്, GI ഫ്രെയിം ഉള്ളിൽ കൊടുത്തിട്ട് നമ്മളുടെ പഴയ മച്ചിൻ്റെ തടിയെ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്തിരിക്കുന്ന ഒരു റെയിലാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് ഒരു ഓപ്പൺ ടെറസ് സ്പേസ് ആണ്. നമ്മളിവിടെ മുകളിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു റൂഫിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ നേരിട്ട് മഴവെള്ളം വീഴില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ സെക്യൂർഡ് ആക്കാനായിട്ട് അവിടെ ഗ്രിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഇവിടെ ഒരു ചെറിയൊരു സ്റ്റെയർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് മുകളിൽ വാട്ടർ ടാങ്ക് ഒക്കെ ഇരിക്കുന്ന സ്പേസിലേക്ക് പോകാനായിട്ട് നമ്മളിങ്ങനെ ഈ എക്സ്റ്റേണൽ സ്റ്റെയർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടിനകത്തുള്ള സ്ഥലമൊന്നും പോകാൻ പാടില്ല. നമ്മൾ ഇപ്പം ഞാൻ ഈ കയറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ എയറിന്റെ മുകളിൽ കൂടെയാണ്, വീടിനകത്തുള്ള സ്പേസ് അല്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കൂടെ വന്നിട്ടാണ് നമ്മൾ ആ വാട്ടർ ടാങ്ക് ഒക്കെ ഇരിക്കുന്ന കോൺക്രീറ്റിന്റെ ടെറസ് ഏരിയയിലേക്ക് എത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഇവിടെ സാധാരണ ട്രാഫോർഡ് ഷീറ്റാ നമ്മൾ ബിൽഡിങ്ങിന്റെ എലിവേഷനായിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഇത്രയും എക്കണോമിക് ആയിട്ടുള്ളൊരു വർക്കാണ് ഇതിന്റെ മുകളിൽ എന്നുള്ളത് ആർക്കെങ്കിലും സങ്കല്പിക്കാനെങ്കിലും പറ്റുമോ? നോക്കി അവിടെ ആ കാണുന്നുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പുറത്തുള്ള എലിവേഷൻ ഞാൻ കാണിക്കാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ എലിവേഷനിൽ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു പാരപ്പറ്റിന്റെ ഫീൽ അവിടെ കൊണ്ടുവന്നേക്കണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഡിസൈനിൽ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ റിനോവേഷന്റെ സക്സസ് എന്ന് പറയുന്നത് പണിയുടെ എക്സിക്യൂഷനിൽ ഇമ്പോർട്ടൻസ് ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളെ സൈറ്റ് എഞ്ചിനീയേഴ്സിനൊക്കെ ഇത്ര അധികം ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈൻ സ്റ്റേജിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിലുള്ള ഒരേ ഒരു കോൺക്രീറ്റ് റൂഫിന്റെ മുകളിലാണ്. നമ്മൾ താഴെ സ്റ്റെയർ കേസ് കണ്ടില്ലേ, ആ സ്റ്റെയർ കേസ് റൂമിന്റെ മുകളിലുള്ള ഒരു പോർഷൻ മാത്രമാണ് ഈ ബിൽഡിങ്ങിൽ കോൺക്രീറ്റിന്റെ റൂഫ് ഉള്ളത്. ഫ്രണ്ടിലുള്ള ബാൽക്കണിയുടെ റൂഫ് ഗ്ലാസ് ആണ്. ഈ രണ്ട് സൈഡിലും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള ആ എലിവേഷനിൽ ഭംഗിയുള്ള ആ റൂഫ് ടൈൽ പ്രൊഫൈൽ ഷീറ്റാണ്. ഇവിടെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാഫോർഡിന്റെ നോർമൽ ഷീറ്റ് ഇട്ടിരിക്കുന്നതാണ്. പഴയ വീടെന്ന് നീ എഴുതി ബോർഡ് വെച്ചാൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. പിന്നെ റിപ്പയർ കൊച്ചിയുടെ എൻ്റെ ടീമിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത്. അവരുടെ സ്റ്റാഫിൻ്റെ ഇടപെടൽ, കറക്റ്റ് സമയത്ത് തന്നെ വരിക, വർക്ക് തീർത്ത് തരിക, വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവർ ഇവിടെ വന്ന് കൃത്യമായിട്ടൊരു മോണിറ്ററിങ് നടത്തുക. അതിലുപരി ശ്യാം സാറിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റിങ്ങും അപ്രതീക്ഷിതമായിട്ടുള്ള വരവും വിലയിരുത്തലും നിർദ്ദേശം കൊടുക്കലും ഒക്കെ ഉണ്ട്. അതുമൊക്കെ വളരെ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പല ആളുകളൊക്കെ ആയിട്ട് ഇടപെടുന്ന ആളാണ്. അതുപോലെ ഞാനൊരു സോഷ്യൽ വർക്കറാണ്, ഞാനൊരു പാർട്ടിയുടെ ജില്ലാ നേതൃത്വം വഹിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പല മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ആയിട്ട് ഇടപെടേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അപ്രോച്ചുള്ള ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ് റിപ്പയർ കൊച്ചി എന്നുള്ളത് എനിക്ക് ബോധ്യമായത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹായ്, എൻ്റെ പേര് റുബി എന്നാണ്. ഞാൻ ബാംഗ്ലൂർ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ ഇത് നമ്മുടെ ഒരു ഡ്രീം മൂമെൻ്റ് ആണ്. പ്ലസ് അതുപോലെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസും ഒത്തിരി ഡൗട്ട്സും വരും. അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടീം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതാണ് ഒരു ബെസ്റ്റ് തിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇവരുടെ ടെക്നിക്കാലിറ്റീസ് ഒന്നുമല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. സാധാരണ ആൾക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ആ രീതിയിൽ നമുക്ക് പറഞ്ഞു തരാം. ഈ വീട്ടിൽ ഒരുപാട് ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട് എനിക്ക്. ആൻഡ് അതുപോലെ ഇപ്പം ഞാൻ ഒരു കുഞ്ഞു ഡൗട്ട് ഷംസാറിനോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാലും നമുക്കിത് ഭയങ്കര നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരിക, അത് പിന്നെ ഫോളോ അപ്പ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സോ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ വർക്കിൽ.